നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത് എൻ്റെ യൂട്യൂബ് ജീവിതത്തെക്കുറിച്ചാണ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുള്ള കാര്യമാണ് എൻ്റെ യൂട്യൂബ് എന്താ പറയുക എഡിറ്റിംഗ് സെറ്റപ്പ് അല്ലെങ്കിൽ സ്റ്റുഡിയോ ടൂർ എന്ന് കാണിക്കാമോ, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജോലിക്കിടയ്ക്ക് വീഡിയോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. പിന്നെ കുറേ കൂട്ടുകാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, നമുക്കതില്ല ഇതില്ല ക്യാമറ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബിൽ നല്ല വീഡിയോസ് ഇടാൻ പറ്റില്ല, നിങ്ങൾക്കൊക്കെ എല്ലാം ഇല്ലേ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഉത്തരമാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ യൂട്യൂബിലൊരു തുടങ്ങിയ ആളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഇത്രയും ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നതെന്ന് തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയോട് നിങ്ങളോട് ഫുള്ളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു പച്ചയായിട്ടുള്ള സംസാരമാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും മനസ്സ് തുറന്ന് നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ എൻ്റെ ഹേറ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ ഒരു വീഡിയോ എങ്കിലും എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ എന്നെ ചീത്ത വിളിക്കണമെങ്കിൽ തീർത്ത് വിളിക്കാം. എൻ്റെ അവസ്ഥയും കാര്യങ്ങളും കൂടി നിങ്ങളൊന്ന് കേട്ടതിന് ശേഷം മാത്രം എന്നെ ചീത്ത വിളിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരുപാട് സമയം കളയുന്നില്ല. വീഡിയോ തന്നെ ചിലപ്പം ഒരുപാട് ലെങ്തി ആവാൻ ചാൻസ് ഉണ്ട്. എൻ്റെ എഡിറ്റിംഗ് സെറ്റപ്പ് എല്ലാം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് കളയുന്നില്ല. അപ്പോൾ എൻ്റെ യൂട്യൂബ് ജീവിതം ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് കാര്യങ്ങൾ ഇട്ട് തുടങ്ങിയെന്ന് തൊട്ട് ഇപ്പം നിൽക്കുന്ന സ്ഥിതിയിൽ വരെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ പറ്റുവാണെങ്കിൽ മുഴുവനായിട്ട് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ഒരുപാട് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യമേ പരിചയപ്പെടുത്താണ്. അതായത് ഈ 3 കൊല്ലമായിട്ട് എന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ പുറകിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബ്രദറാണ്. ഇതിനിടയിലൊരു അവൻ്റെ ഡിഗ്രി പഠിത്തം മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഒരു 3-4 യൂണിവേഴ്സിറ്റി എക്സാമെങ്കിലും കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എക്സാമിനിടയിലും നമ്മുടെ വീഡിയോസൊന്നും മുടക്കമില്ലാതെ എടുത്തു തന്നിരിക്കുന്നത് എൻ്റെ അനിയനാണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു ബിഗ് താങ്ക്സ് പറയുന്നത് എൻ്റെ അനിയനോടാണ്. ബിക്കോസ് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇങ്ങനെ നിങ്ങൾ വീഡിയോസ് കാണും. ഇപ്പോൾ ഈ വീഡിയോ അല്ലാത്ത വീഡിയോസൊക്കെ കണ്ടപ്പോഴും എല്ലാ വീഡിയോയും ബാക്കിൽ നിന്ന് പ്രവർത്തിച്ച ഒരാളാണ്. ഒരുപാട് ചീത്തവിളിയും ബഹളവും ഒക്കെ ഉണ്ടാക്കിയിട്ടും 3 കൊല്ലമായിട്ട് നമ്മളോട് സപ്പോർട്ട് ചെയ്തേക്കുന്ന എൻ്റെ അനിയനാണ്. അപ്പോൾ ആദ്യമേ താങ്ക്സ് പറയേണ്ടത് എൻ്റെ അനിയനോടാണ്. അപ്പം ഇനിയിപ്പം നമ്മൾ എങ്ങനെയാണ് വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങിയെന്ന് കാണിച്ചു തരാം. ഇപ്പോഴും ഉണ്ട് എൻ്റെ അടുത്ത് ട്രൈപോഡ് കാര്യങ്ങളൊന്നും ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രൈപോഡ് എന്ന് പറയുന്നത്. ഈ ഒരു ട്രൈപോഡ് ഏകദേശം ഒരു 700 കൊടുത്താൽ നിങ്ങൾക്കും ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ വാങ്ങാൻ പറ്റും. ഇപ്പം എൻ്റെ അടുത്ത് ഇതിൻ്റെ ഹെഡൊക്കെ പോയി, കുറച്ച് ഹെഡൊക്കെ പോയിട്ടിരിക്കുകയാണ്. എന്നാലും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. ആദ്യത്തെ ട്രൈപോഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ കളഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രൈപോഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ളൊരു ഭിത്തിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വെക്കുന്നു. നമ്മൾ അപ്പുറത്തെ റൂമിലിരുന്നാണ് ചെയ്തപ്പോൾ തൽക്കാലം ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം. ഇങ്ങനെ വെക്കുന്നു. ഇവിടെ ഒരു സ്റ്റൂളില്ല, ഇപ്പോൾ ഒരു കസേര ഇട്ടിട്ട് നിങ്ങൾ കണ്ടു. ഒരു കസേര ഇട്ടിട്ട് ഇതുപോലൊരു വീഡിയോയുടെ ഫ്രണ്ടിലിരുന്ന് ഇവിടെ എൻ്റെ അസ്യൂസിൻ്റെ ഫോൺ ഇവിടെ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. അസ്യൂസിൻ്റെ ഫോൺ അതുകൊണ്ട് ഈ ഫോൺ ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇവിടെ വയ്ക്കും. അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ഒരു ഫോൺ എനിക്കുണ്ടായിരുന്നു. ഈ ഫോണല്ല കേട്ടോ, അസ്യൂസിൻ്റെ ഫോണല്ല, സാംസങ്ങിൻ്റെ ഫോണായിരുന്നു ഞാൻ വെച്ചുകൊണ്ട്. ഇവിടെ നമ്മൾ വെക്കും. സോറി, ഇതിപ്പോൾ ഒടിഞ്ഞ് തകർന്നു പോയതാണ്. ഞാനെങ്കിലും നമ്മുടെ മെമ്മറി ആയിട്ട് എന്തെങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി സൂക്ഷിച്ച് വെച്ചാണ്. അപ്പം ഇതിവിടെ വയ്ക്കുന്നു. ഇവിടെ ഞാനിരിക്കുന്നു. ഇങ്ങനെയാണ് വീഡിയോ ചെയ്തത്. ഇപ്പം നിങ്ങളുടെ എല്ലാവരും വീട്ടിലൊരു ഭിത്തി കാണും, ഇതുപോലൊരു ഭിത്തി. ആ ഒരു ഭിത്തിയിലിരുന്നത് ഈ ഒരു ആംഗിളിലിരുന്നാണ് ഞാൻ വീഡിയോ ചെയ്തത്. ഇപ്പോൾ കർട്ടനും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ആംഗിളിലാണ് ചെയ്തത്. പിന്നീട് നമ്മൾ യൂസ് ചെയ്തത് ഇവിടെ ഇരുന്നാണ് ചെയ്തത്. കറക്റ്റ് സ്ഥലങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇവിടെ ഒരു പഴയ TV വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നായിരുന്നു ഞാൻ വീഡിയോസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഈ ഒരു റൂമിലിരുന്ന് മൈക്കോ കാര്യങ്ങളൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ നമ്മൾ എന്തെങ്കിലും റിവ്യൂ ചെയ്യാനൊക്കെ ആയിട്ട് ഇതുപോലെ വൈറ്റ് ചാർട്ട്, ഇപ്പോഴും ഈ ചാർട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാർട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിരുന്നു വീഡിയോസ് എടുക്കുന്നത്. ഈ ബെഡിന് അടിയിൽ, ഇപ്പോൾ ഈ ബെഡൊക്കെ നമുക്ക് പിന്നീട് കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ പഴയ ബെഡിന് അടിയിലുണ്ട്. ഇതിനടിയിൽ നിങ്ങൾക്ക് ചാർട്ടുകൾ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ബെഡ് അങ്ങ് മാറ്റിയിടും. എന്നിട്ട് ഇവിടെ ഈ ട്രൈപോഡ് ഉപയോഗിച്ചിരുന്നാണ് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇപ്പം അന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ചാർട്ടുകളാണ്. 2-3 ചാർട്ടുകൾ ഇപ്പോഴും അടിയിൽ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സെറ്റപ്പ് ഉപയോഗിച്ചാണ് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വീഡിയോ എടുക്കണമെങ്കിൽ. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എഡിറ്റ് ചെയ്യുന്ന സാധനം കാണിച്ചു തരാം. അപ്പം ഈ ഒരു കമ്പ്യൂട്ടറിലാണ് ഞാൻ ഇന്നും അന്നും പലപ്പോഴും എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതായത് ഇന്റൽ പെൻറ്റിയം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടറാണ്. നമുക്ക് എഡിറ്റിംഗ് ഒന്നും സമയത്ത് തീരില്ല. അതുപോലെ തന്നെ ഇത് നമ്മൾ ഇപ്പം ഈ ഒരു സമയത്ത് നമ്മൾ വാങ്ങിച്ചാണ്. അതായത് ഈ വോയിസ് കാര്യങ്ങളൊന്നും എന്താ പറയുക എക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട്. അതിന് മുമ്പ് നമ്മൾ ഈ ഫോണിലാണ് നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴും പലപ്പോഴും ഈ ഫോണിൽ എഡിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പറയുന്നുണ്ട് നമുക്ക് കമ്പ്യൂട്ടർ ഇല്ല, അതുപോലെ തന്നെ ക്യാമറ ഇല്ലെന്നൊക്കെ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ ക്യാമറ നിങ്ങളെ കാണിച്ചു തരാം. ക്യാമറ എന്തിടാം. അപ്പം ക്യാമറ അതായത് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്
കഴിഞ്ഞ ശേഷമാണ് ഞാനൊരു ക്യാമറ വാങ്ങിച്ചത്. അതായത് ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ക്യാമറ കൊണ്ട് തരുന്നത്, അത് ഞാൻ എൻ്റെ വീട്ടുകാരുടെ നിന്ന് കാശ് മേടിച്ചൊരു ക്യാമറ വാങ്ങിച്ചല്ല. എനിക്ക് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ എനിക്ക് കുറച്ച് പൈസയൊക്കെ കിട്ടി തുടങ്ങി യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ വലിയ വരുമാനമൊന്നും നമുക്ക് കിട്ടുന്നില്ലായിരുന്നു. കുറച്ച് വരുമാനമായിരുന്നു കിട്ടുന്നത്. അപ്പോൾ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ ഒരുപാട് ആൾക്കാർ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. ഇത്രയും സബ്സ്ക്രൈബേഴ്സുള്ള ചാനലല്ലേ, നിങ്ങൾക്ക് ക്യാമറ ഇല്ല, മൈക്കില്ല. അങ്ങനെ നമ്മൾ ഒരു ക്യാമറ മേടിക്കാനുണ്ടായത്. അത് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴാണ് ഞാൻ ഒരു ക്യാമറ വാങ്ങിച്ചത്. അത് ഒരു കാനോണിൻ്റെ 800D എന്ന് പറയുന്നൊരു ക്യാമറയാണ്. അതുവരെ ഞാൻ എൻ്റെ ഫോണിൽ തന്നെയാണ് വീഡിയോസ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളെ ക്യാമറ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ക്യാമറ എന്ന് പറയുന്നത്, 800D എന്ന് പറയുന്നത്. അത് 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയതിനു ശേഷം നമ്മുടെ യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ ഓപ്പണായിട്ട് പറയാം, നമ്മുടെ ഒന്നും വീട്ടിൽ ഭയങ്കര സപ്പോർട്ടൊന്നുമല്ല യൂട്യൂബ് ചാനൽ ചെയ്യാനായിട്ട്. ഇപ്പോഴല്ല, പണ്ടത്തെ കാര്യം തുടങ്ങിയ സമയത്ത് നമ്മുടെ വീട്ടിൽ ആരും സപ്പോർട്ടൊന്നുമല്ല. പോയിരുന്നു ജോലി കിട്ടിയതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും എന്താ പറയുക, ഒരു ഗവൺമെൻറ് ജോലി വാങ്ങാൻ, PSCക്ക് പഠിക്കുന്നൊക്കെയായിരുന്നു നമ്മുടെ വീട്ടിൽ പറയുന്നത്. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ആ ഒരു രീതിയിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇതിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ അടുത്ത് ക്യാമറ മേടിക്കാനായിട്ട് കാശ് ചോദിച്ചാൽ തരുമില്ലെന്ന കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പം നമ്മൾ തന്നെ 1.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്താണ് ഒരു ക്യാമറ പർച്ചേസ് ചെയ്തത്. യൂട്യൂബിൽ നിന്നുള്ള കുറച്ച് ഇൻകംസ് ഉണ്ടാക്കി വെച്ച് അങ്ങനെ കൂട്ടിയാണ് വാങ്ങിച്ചത്. അത് കഴിഞ്ഞിപ്പം നിങ്ങൾ പിന്നീട് ഞാൻ പിന്നെയും ഒരു 6 മാസം 7 മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു ക്യാമറ എടുത്തത്. അതായത് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന G7X എന്ന് പറയുന്ന ഒരു ക്യാമറ എടുത്ത് വീണ്ടും ഒരു 6-7 മാസം കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ക്യാമറ എടുത്തത്. ഇനിയിപ്പം നമുക്ക് എഡിറ്റിംഗ് സെറ്റപ്പ് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴും നമ്മൾ ആ ചാത്തൻ കമ്പ്യൂട്ടറിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പം പുതിയൊരു സിസ്റ്റവും കാര്യങ്ങളും മേടിക്കണം. അതിനും തീർച്ചയായിട്ടും ദൈവം സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിലേക്കൊക്കെ പോകുന്നതിനുള്ള മുമ്പായിട്ട് തന്നെ നമ്മളെങ്ങനെയാണ് വളർന്നു വന്നത് നിങ്ങളോട് പറയാനുള്ളൂ. ഒരുപാട് ആൾക്കാർ അതില്ല ഇതില്ല എന്നൊക്കെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് ആരും പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കി തന്നത്, നമുക്ക് എല്ലാം കൂടി വരുമ്പോൾ വഴി ഉണ്ടാക്കിക്കൊണ്ട് വരാനിരിക്കും പറ്റില്ല. നമ്മൾ സ്വന്തമായിട്ട് ഇപ്പം നമ്മുടെ പേരൻസിൻ്റെ അടുത്തിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണം, ഒരു കമ്പ്യൂട്ടർ വാങ്ങണം, അങ്ങനെ പറഞ്ഞാൽ ആരും വാങ്ങിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നിങ്ങളും പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്കതില്ല ഇതില്ല. നമുക്ക് ഉള്ള സെറ്റപ്പ് വെച്ച് നമ്മൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പം ഇപ്പോഴും എൻ്റെ ചാനൽ പെർഫെക്റ്റ് ആണ്, അല്ലെങ്കിൽ എല്ലാം സെറ്റപ്പും ഉള്ളൊരു ചാനലാണ് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും എൻ്റെ ചാനൽ ഒരു സെറ്റപ്പും ഇല്ല. ഇനിയിപ്പം ഞാൻ യൂസ് ചെയ്യണ മൈക്ക് കാണിച്ചു തരാം. ആദ്യ കാലങ്ങളിൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബോയയുടെ മൈക്കായിരുന്നു. ഇപ്പം ഞാൻ സൂമിൻ്റെ H1 താഴെ ഇരുന്ന ഇപ്പോൾ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ക്യാമറ ഇപ്പം കയ്യിലെടുത്തിട്ടില്ല. സൂമിൻ്റെ H1 എന്ന് പറയുന്ന ഒരു ക്യാമറയിലാണ് ഞാനിപ്പം ഷൂട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സൂമിൻ്റെ H1 ഒരു 5000 രൂപ അടുത്തുള്ള ഒരു മൈക്ക് കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ എനിക്ക് ബോയ മതി കേട്ടോ. ബോയായിരുന്നു ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ബോയ പിന്നെ ആക്കോം യൂസ് ചെയ്തു. പിന്നെ ഇപ്പം സൂമിൻ്റെ H1 എന്ന് പറയുന്നൊരു മൈക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല. നമുക്കൊരു ബോയയുടെ മൈക്ക് ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് സൗണ്ട് കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളും ഓരോ പടിയായിട്ടാണ് എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തത്. അല്ലാതെ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. ഇനിയും ഒരുപാട് ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരാനുണ്ട്. ഇനി ഒരു PC ബിൽഡൊക്കെ ചെയ്യണമെന്നുണ്ട്. സോ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഉള്ള കാര്യങ്ങൾ വെച്ച് നമ്മൾ ബെസ്റ്റായിട്ട് ചെയ്യാണ്ട് ശ്രമിക്കണം. ഇനി എൻ്റെ വീഡിയോ ഇപ്പോൾ ഷൂട്ട് ചെയ്തത് എവിടെയാണ് കാണിച്ചു തരാം. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അത് മാറ്റി ഇത് മാറ്റി. അപ്പോൾ ഞാൻ എൻ്റെ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന ചെയറാണ് ഇതേ കിടക്കുന്നുണ്ട്. ഈ ടേബിളിൻ്റെ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഞാൻ ആദ്യം ടേബിളിൻ്റെ അപ്പുറം കസേര ഇട്ടിട്ട് ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഇത്ര മെസ്സായിട്ട് ഈ ഒരു ടേബിൾ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ത് വൃത്തികേടായിട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന് വിചാരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെ വോയിസും എക്കോയും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സംഭവം അങ്ങനെ മെസ്സായിട്ടിരുന്നത്. വീട്ടിലാരും കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തെറി വിളിക്കും, അല്ലെങ്കിൽ വീട് കണ്ടാൽ ഇത് എന്ത് വൃത്തിയായിട്ട് വീടാണെന്ന് വിചാരിക്കും. പക്ഷേ ഇത് ഇട്ടിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ എക്കോ കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെസ്സായിട്ട് സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അവിടെ ക്യാമറ വയ്ക്കും, ഇവിടെ ക്യാമറ വയ്ക്കും, ഇവിടെ ഞാനിരിക്കും. ഈ ഒരു സെറ്റപ്പിലാണ് നമ്മളിപ്പോൾ ക്യാമറ വീഡിയോ കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ എക്കോ പിടിക്കാതിരിക്കാനാണ് ഈ ഒരു സംഭവങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത് അതാണ്. നിങ്ങൾ കണ്ടല്ലോ, ആദ്യത്തെ സെറ്റപ്പ് ഞാൻ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം ഒരു ചെറിയ ട്രൈപോഡ്, ഇപ്പോൾ യൂസ് ചെയ്യുന്നത് വലിയ ട്രൈപോഡാണ്. എങ്കിലും ആ ട്രൈപോഡിലോട്ടൊക്കെ എത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ തന്നെ കുറച്ച് പൈസ കൂട്ടി വെച്ചത് കൊണ്ടാണ് നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളും വന്നത്. അല്ലാതെ നമ്മളും ആരും പൈസയായിട്ട് കെട്ടി ഇറങ്ങി വന്നതൊന്നുമല്ല. നമുക്കും ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഇപ്പോൾ വരുമാനം കിട്ടുന്നുണ്ട്. അതെല്ലാം യൂട്യൂബിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും പറ്റില്ല. നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് യൂട്യൂബിൽ നിന്നുള്ള വരുമാനം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും
കുറച്ച് വരുമാനങ്ങൾ കിട്ടുന്ന കൂട്ടി വെച്ചിട്ട് ഒരു PC ബിൽഡ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും ഉടനെ തന്നെ ബിൽഡ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ദൈവം സഹായിച്ചാൽ ഉടനെ തന്നെ ബിൽഡ് ചെയ്യും. പിന്നെ നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓവറോൾ അർലിൻ വ്ളോഗർ ടെക് എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച സാധനങ്ങൾ ഒന്നും നമുക്കും ഇല്ലായിരുന്നു. നമ്മളും ഫോണിൽ നിന്ന് എഡിറ്റ് ചെയ്തും ഫോണിൽ നിന്ന് വീഡിയോ എടുത്തുമാണ് തുടങ്ങിയത്. പയ്യാണ് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇത് സാധിക്കും. നിങ്ങളും മനസ്സ് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. കൺഫേം ഞാൻ പറയാം, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മതി. പിന്നെ ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കുക, എനിക്ക് ഇത്രേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് അതുണ്ടെന്നുള്ളൊരു അപ്പം ആ ഒരു സംഭവം ആദ്യമേ എടുത്ത് കളയും. നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ ബെസ്റ്റ് ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നമ്മൾ 8K അല്ലെങ്കിൽ 20K അല്ലെങ്കിൽ 100K വീഡിയോ എടുത്തിട്ടൊന്നും കാര്യമില്ല. നമ്മുടെ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോ ചാനൽ പിന്നെ ആൾക്കാർ വന്ന് കാണും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആദ്യമേ ക്വാളിറ്റി കാര്യങ്ങളൊന്നും നോക്കണ്ട. എല്ലാ യൂട്യൂബേഴ്സും ഇങ്ങനെ തന്നെയാണ് വന്നല്ലാതെ ആരും എല്ലാ ക്യാമറ സെറ്റപ്പൊന്നും മേടിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഇപ്പോൾ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണം ഞാൻ പറയില്ല. സ്വന്തമായിട്ടൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് തുടങ്ങുക. പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓരോന്ന് പടിപടിയായിട്ട് കയറുക. അപ്പോൾ ആദ്യം വന്ന വഴിയെ പറഞ്ഞേക്കാം, യൂട്യൂബിൽ നിന്ന് വന്നൊരു ATM മെഷീനല്ല, വന്നു വീഡിയോ ഇട്ടു അപ്പം തന്നെ പൈസയൊന്നും തരില്ല. അതിന് കുറേ കഷ്ടപ്പാട് കാര്യങ്ങൾ സഹിച്ചാൽ മാത്രമാണ് ലഭിക്കുള്ളൂ. സോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ എൻ്റെ ഹേറ്റേഴ്സിനോട് പറയാം, കുറേ ആൾക്കാർ പറയുന്നുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് സൗണ്ട് ക്വാളിറ്റി പോരാ, അതുപോലെ തന്നെ 4K വീഡിയോ കാണുന്നില്ല. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോസ് എല്ലാം 4K ഇട്ട് തന്നു, നിങ്ങൾക്ക് വല്ല പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഞാൻ ഗെയിം കളിക്കുന്നില്ലെന്ന് കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ്. ഞാൻ PUBG കയറി ഇരുന്ന് 2 പേരെ കൊന്ന് കണ്ടിട്ടോ 10 പേരെ കൊന്ന് കണ്ടിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടുന്നുണ്ടോ? ഞാൻ റീചാർജ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ റീചാർജുകളുടെ വീഡിയോസ് ഇടുമ്പോൾ കുറേ ആൾക്കാർ എന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഒന്നില്ലെങ്കിലും നിങ്ങൾക്ക് 10 രൂപ കിട്ടുന്ന വീഡിയോ ഇട്ടു, അതല്ലേ നിങ്ങൾക്ക് ഉപകരിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ഞാൻ ലിംബ്രോഡിൻ്റെ വീഡിയോ ഇട്ടു. ഒരു കുറഞ്ഞത് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലായിട്ട് 500 പേര് ഏറ്റവും കുറഞ്ഞത് എനിക്ക് മെസ്സേജ് ഉണ്ട്, ചേട്ടാ ഉപകരിച്ചിട്ടുണ്ട്, ഞാനൊരു ഷർട്ട് വാങ്ങിച്ചു, ഞാനൊരു ഷൂ വാങ്ങിച്ചു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം. നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് ഒരാൾക്കൊരു ഷർട്ട് വാങ്ങാൻ പറ്റും. ഈ പറഞ്ഞ 10 കില്ല് ഞാൻ PUBGയിൽ ഇരുന്ന് അടിച്ചാലോ അല്ലെങ്കിൽ ഞാൻ 8K വീഡിയോ എടുത്താലും നിങ്ങൾക്ക് ഒരു ഷർട്ട് ഫ്രീ ആയിട്ട് കിട്ടും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബനിയൻ ഫ്രീ ആയിട്ട് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെഡ്സെറ്റ് ഫ്രീ ആയിട്ട് കിട്ടും. അങ്ങനെ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉണ്ട്. എനിക്കത് മതി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു യൂട്യൂബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ കൊണ്ട് ഒരു കുറഞ്ഞത് 500 പേർക്കെങ്കിലും ഫ്രീ ആയിട്ട് പല ഹെഡ്സെറ്റ്, ഫോണല്ല ഹെഡ്സെറ്റ്, വാച്ച്, ടീഷർട്ട്, ഷൂ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വാങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവർക്ക് ഉപകരിക്കുന്ന ഒരു കാര്യം ചെയ്യുക. ഞാൻ അത്രയും ചിന്തിച്ചുള്ളൂ. അല്ലാതെ 8K വീഡിയോ ഇട്ട് MKBHD പൊട്ടിക്കാന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അതിന് സാധിക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ പ്രൊഫഷണലി ഇതൊന്നും പഠിച്ചിട്ടുമല്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരു വീഡിയോ ഫീൽഡിലോ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഫീൽഡിലോ ഉള്ള ആളൊന്നുമല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പിന്നെ എൻ്റെ ഒരു പാഷൻ കൊണ്ട് മാത്രം ചെയ്തു പോകുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇനിയും സപ്പോർട്ട് ചെയ്യാൻ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മളും ചെയ്യുന്നതായിരിക്കും. കുറേ ആൾക്കാർ കംപ്ലൈൻറ്റ് പറയുന്നു, നമ്മൾ ഗെയിം കളിക്കുന്നില്ല, അതുപോലെ PC ബിൽഡ് കാണിക്കുന്നില്ല, അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറയുന്നു. നിങ്ങൾ ആദ്യം ഒന്ന് ചിന്തിക്കുക, നിങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ നിങ്ങളിരുന്ന് 8K വീഡിയോ കണ്ടിട്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ നെറ്റ് തീരുമെന്നല്ലാതെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല. ആ ഒരു പോളിസിയിലാണ് ഞാൻ പോകുന്നത്. എനിവേ നമ്മളും PC ബിൽഡ് കാര്യങ്ങളൊക്കെ ചെയ്യും. നമ്മളും നിങ്ങൾ പറഞ്ഞ് ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഗെയിം പ്ലേ വേണമെന്ന് പറഞ്ഞാൽ നമ്മളും ഗെയിം പ്ലേ കാണിക്കും. PUBGയിൽ നമ്മളും ഒന്ന് കാണിക്കും. സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാം. നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. തീർച്ചയായിട്ടും നമ്മൾ തന്നെ എല്ലാം ഉണ്ടാക്കി വരണം. അപ്പോൾ ഒരുപാട് ആൾക്കാർ ക്യാഷ് ഒന്നും സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. സോ നമ്മൾ പയ്യെ വളർന്ന് ഇനിയും വളരും. നിങ്ങളൊന്ന് കൂടെ വെച്ചാൽ മതി. എനിവേ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എൻ്റെ ടോട്ടൽ യൂട്യൂബ് ലൈഫിനെ കുറിച്ച് പറയാൻ സാധിച്ചു. കുറേ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, കുറേ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് സാധിച്ചു എന്ന് വെച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. അതായത് നമുക്കതില്ല ഇതില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന കുറേ ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു ആശ്വാസം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പഠിക്കുന്നതാണ്. മറ്റൊരു വീഡിയോ കാണാമെന്ന് പ്രതീക്ഷയോടെ ബൈ ഗൈസ്.